ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശിവഗിരിനെ പറ്റിയാണ്. ശിവഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ സമാധി കുടികൊള്ളുന്ന പുണ്യഭൂമിയാണ്. ഗുരുദേവൻ ആസ്ഥാനം അരുവിപ്പുറത്തുനിന്ന് ശിവഗിരിയിലേക്ക് മാറ്റുന്നത് 1904 ഇന്ന് ഈ മഠം നിൽക്കുന്ന സ്ഥലം കാട് പിടിച്ച് ഭയങ്കര ഘോരവനങ്ങളും അതുപോലെ തന്നെ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശിവഗിരിയിൽ വന്നിട്ട് ഒരു കുന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ഗുരുസ്വാമി അനുയായികളോട് പറഞ്ഞ് എനിക്ക് അവിടെ ഒരു മാടം കെട്ടിത്തരണം. അങ്ങനെ അനുയായികൾ തെങ്ങും ഓലയൊക്കെ കൊണ്ട് ഒരു മാടം കെട്ടി, അതാണ് പർണശാല. ഈ പർണശാല വർഷങ്ങൾ കൊണ്ട് മാറ്റം വന്ന് ഇന്നത്തെ പർണശാലയായിട്ട് മാറി. അന്ന് ഉണ്ടാക്കിയ ഓല കൊണ്ട് ഉണ്ടാക്കിയ ആ പർണശാലയിലാണ് ഗുരുസ്വാമി വിശ്രമിച്ചിരുന്നത്. അദ്ദേഹം അന്ന് 3 പ്ലാവും തൈ നട്ടിരുന്നു. അതിൽ ഒരു പ്ലാവും തൈ വളർന്ന് വലുതായി ഇന്നും മഹാസമാധിയുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. കാലം ഏകദേശം 120 വർഷത്തോളം കടന്നുപോയി. അങ്ങനെ ആ കാലത്തിൻ്റെ പ്രവാഹത്തിൽ ശിവഗിരിക്ക് വളരെ മാറ്റമുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ശിവഗിരി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ന് കാണുന്ന ശിവഗിരിയെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് കാണുന്ന ശിവഗിരിയിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ടും ശിവഗിരി മട്ട് ബുക്ക് സ്റ്റാൾ, അത് കഴിഞ്ഞ് വഴിപാട് കൗണ്ടർ, അത് കഴിഞ്ഞ് ഗുരുപൂജാ മന്ദിരം, അത് കഴിഞ്ഞ് ശാരദാമഠം, പർണശാല, അത് കഴിഞ്ഞ് വൈദിക മഠം, ബോധാനന്ദ സ്വാമികളുടെ സമാധി, അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലായിട്ട് മഹാസമാധി. ഇതുകൂടാതെ നമുക്ക് ബ്രഹ്മ വിദ്യാലയം അല്ലെങ്കിൽ സർവമത പാഠശാല, ഇതൊക്കെയാണ് നമുക്ക് ശിവഗിരിയിൽ ചെന്നാൽ ഇന്ന് കാണാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പറ്റിയും പറയാം. നമ്മൾ ശിവഗിരിയിലായി. അപ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ശിവഗിരി മട്ട് ബുക്ക് സ്റ്റാൾ. ഈ ബുക്ക് സ്റ്റാളിൽ ഗുരുസ്വാമിയെ പറ്റി ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള എല്ലാത്തരം ബുക്കുകളും നമുക്ക് ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ ഗുരുസ്വാമിയുടെ എല്ലാത്തരം ഫോട്ടോസും ഫ്രെയിം ചെയ്ത് വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വഴിപാട് കൗണ്ടർ. അപ്പോൾ ഇവിടുത്തെ വഴിപാടിന് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടത് ഈ വഴിപാട് കൗണ്ടർ. ഗുരുപൂജ ഹാള് കാണാം. ഈ ഗുരുപൂജ ഹാളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇനി നേരെ നമ്മൾ ശാരദാമഠത്തിലോട്ട് പോകും. ഈ കാണുന്നതാണ് ശാരദാമഠം. വെളുപ്പിനെ 4:30 മണിക്ക് പർണശാലയിലുള്ള പൂജ കഴിഞ്ഞ് പിന്നെയുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നത് ഈ ശാരദാമഠത്തിലാണ്. ശാരദാമഠം പണി കഴിപ്പിക്കുന്നത്, അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത് 1912 മെയ് 1 അവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നത്. ശാരദ ഈ മഠത്തിൻ്റെ പണിയെല്ലാം ഗുരുദേവൻ്റെ മനസ്സിലെ ആശയം വെച്ച് ഒരു ക്ഷേത്ര സങ്കല്പത്തിൻ്റെ ആശയങ്ങൾ വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ സാധാരണ വലിയ ക്ഷേത്രങ്ങൾ കാണുന്ന രീതിയിലല്ല ഗുരുദേവൻ ശാരദാമഠം നിർമ്മിക്കാനായിട്ട് പ്ലാൻ പറഞ്ഞു കൊടുത്തതില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ പൂജാരീതിയും ഗുരുദേവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പ്ലാൻ അനുസരിച്ചാണ് അതിൻ്റെ തുടക്കകാലം തൊട്ട് ഇപ്പോൾ വരെ നടന്നുകൊണ്ട്. മറ്റുള്ള അമ്പലങ്ങളിലെ രീതിയല്ല ഇവിടെ പ്രധാനമായിട്ടും പുഷ്പാർച്ചനയാണ്. പുഷ്പാർച്ചനയ്ക്ക് നിവേദ്യമായിട്ട് നമുക്ക് തരുന്നത് ജലം, വെള്ളം. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് എഴുത്തിനിരുത്താനായിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഈ ചോറ് കൊടുക്കുക, ആ കർമ്മം നടത്താനായിട്ട് കൊണ്ടുവരാറ്.
അതുപോലെ തന്നെ ഗുരുസ്വാമി പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയിലുള്ള കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ധാരാളം കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഇതൊന്നും നമ്മുടെ പുറത്ത് നടക്കുന്ന കല്യാണത്തിൻ്റെ അതേ ആർഭാടമൊന്നും ഇവിടെ ഇല്ല. പർണശാലയിലെ ആദ്യത്തെ പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ദീപാരാധന 5 മണിയൊക്കെ ആകുമ്പോൾ ദീപാരാധന, പിന്നെ ശാരദാഷ്ടകം ചൊല്ലുന്നു. കുമാരനാശാൻ എഴുതിയ ശാരദാഷ്ടകം. പിന്നെ ശാരദാ പൂജയുണ്ട്. ഇതിനെ നമ്മൾ പ്രസാദമായിട്ട് തരുന്നത് ഒരു പേന. അപ്പോൾ ഗുരുസ്വാമി പറവൂരുകാരൻ കരുണാകരൻ്റെയും ജർമ്മൻകാരത്തെയും മാർഗരറ്റിൻ്റെയും കല്യാണം നടത്തിയത് ഈ ശാരദാമഠത്തിൽ വെച്ച്. ശാരദാമഠത്തിന് അടുത്ത് തന്നെയാണ്, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പർണശാല. ശാരദാമഠത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പർണശാല. പർണശാല ഉണരുന്നത് അല്ലെങ്കിൽ ശിവഗിരി ഉണരുന്നത് ആദ്യം പർണശാല എന്നാണ്. പർണശാലയിൽ 4:30 മണിക്ക്, വെളുപ്പിനെ 4:30 മണിക്ക് എല്ലാവരും എണീക്കും. ഈ പർണശാല എന്ന് പറയുന്നത് അന്ന് ഓല കൊണ്ടും തെങ്ങ് കൊണ്ടും ഒക്കെ പണിത അന്നത്തെ ആ പർണശാല നിന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പർണശാല നിൽക്കുന്നത്. അതിന് കാലം കഴിഞ്ഞു പോയപ്പോഴുണ്ടായ മാറ്റങ്ങളാണ് ഈ കാണുന്നത്. ഈ മഠത്തിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ 4:30 മണിക്ക്, വെളുപ്പിനെ 4:30 മണിക്ക് ഈ പർണശാലയിൽ നിന്നാണ്. ഗുരുദേവൻ ഹോമമന്ത്രം എഴുതിയത് ഈ പർണശാലയിൽ വെച്ചാണ്. ഗുരുദേവൻ്റെ ഹോമമന്ത്രം ചൊല്ലിയുള്ള ശാന്തി ഹോമം ഈ പർണശാലയിൽ വെച്ച് 4:30 മണിക്ക് നടക്കും. ഇതിൻ്റെ അകത്ത് ഹോമകുണ്ടങ്ങളൊക്കെ ഉണ്ട് ഈ പർണശാലയുടെ അകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കർമ്മങ്ങളെല്ലാം നടക്കുന്നത് ശാരദാമഠത്തിൽ. അപ്പോൾ ഇത് 1925 മുതൽ ഒരു ദിവസം പോലും തെറ്റാതെ ഈ കർമ്മങ്ങൾ നടക്കും. ഇനി അതിൻ്റെ അടുത്തതായിട്ട് നമുക്ക് വൈദിക മഠം കാണാം. അപ്പോൾ ഗുരുസ്വാമി ശിവഗിരിയിലുള്ളപ്പോൾ വിശ്രമിച്ചിരുന്നത് ഈ വൈദിക മഠത്തിലാണ്. അവിടെ ഗുരുസ്വാമിനെ കാണാനായിട്ട് ധാരാളം മഹാന്മാർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനികൾ മഹാത്മാഗാന്ധി 5 പ്രാവശ്യം കേരളത്തിൽ വന്നു. അതിൽ 3 പ്രാവശ്യവും ശിവഗിരിയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെ അന്ന് ഒരു ക്രിസ്ത്യൻ പാതിരി CF ആൻഡ്രോസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നിട്ടുള്ള പ്രമുഖരിൽ വിനോബ ഭാവയുണ്ട്. മഹാത്മാഗാന്ധി ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ഗുരുസ്വാമിയുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള ആ ഇതിനോട് പുള്ളിക്കൊരു ചെറിയ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു തർക്കം ഉണ്ടായ ഒരു ചരിത്രം. ഇത് ഒരു ദൈവ നിശ്ചയമാണ്. അപ്പോൾ ഒരു ജാതി ഒരു മതം എന്നുള്ളതിന് പകരം ഈ പല ജാതി പല മതം. അപ്പോൾ ഉദാഹരണത്തിന് പുള്ളി ചൂണ്ടിക്കാട്ടിയത് ആ മഠത്തിൻ്റെ പുറത്ത് നിന്നിരുന്ന ഒരു മാവിലെ ഇലകളാണ്. ഈ മാവിലെ ഇലകൾ അതിൽ തളിരിലയുണ്ട്, പച്ചിലയുണ്ട്, പഴുത്തലയുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് തിരുത്താൻ നോക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധി സംസാരിച്ചു. അപ്പോൾ ഗുരുസ്വാമി പറഞ്ഞ് ഈ തളിരലയും പച്ചലയും പഴുത്തലയും അതങ്ങനെ മരത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഏതൊരു പാത്രത്തിലിട്ട് ഇതിൻ്റെ ചാറ് ഇടിച്ച് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാം മാവലയാണ്, അല്ലാതെ പഴുത്ത മാവല തളിര് മാവല ഒന്നുമില്ല. അങ്ങനെ ഗുരുസ്വാമി ഗാന്ധിജിയുടെ അഭിപ്രായത്തിനെ ഖണ്ഡിക്കുന്നതായിട്ടൊരു സംഭവം ഇവിടെ പറഞ്ഞു കേൾക്കാറുണ്ട്. ടാഗോർ ഗുരുസ്വാമിനെ പറ്റി പറഞ്ഞത്, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് പല മഹാന്മാരെയും പല സന്യാസിമാരെയും പല ഗുരുക്കന്മാരെയും കണ്ടു. എന്നാൽ ഒരു കാര്യം ഞാനിവിടെ തുറന്ന് സമ്മതിക്കാം. മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ പോരാ, ഗുരുവിനോട് തുല്യമായിട്ടുള്ള ഒരാളെപ്പോലും ഞാനിതേവരെ കണ്ടിട്ടില്ല. ഇത് ടാഗോർ ശിവഗിരിയിൽ വന്നപ്പോൾ ഗുരുസ്വാമിനെ പറ്റി പറഞ്ഞത്. അതുപോലെ CF ആൻഡ്രോസ് ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ പാതിരി ഗുരുസ്വാമിനെ പറ്റി പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഒരു മനുഷ്യരൂപത്തിൽ കണ്ടു.
അത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് വാണരള്ളൂർ ശ്രീനാരായണ ഗുരുസ്വാമി അല്ലാതെ മറ്റാരുമല്ല. അതുപോലെ വിനോബാജി പറഞ്ഞത്, ഗുരുസ്വാമിനെ പറ്റി പറഞ്ഞത്, ഭാരതത്തിലെ അവതാര പുരുഷന്മാരിൽ ഒരാളാണ് ഗുരുസ്വാമി. ഗുരുസ്വാമിയുടെ സമാധിയായത് ഈ വൈദിക മഠത്തിൽ വെച്ചാണ്. അപ്പോൾ ഗുരുസ്വാമി സമാധിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ ബോധാനന്ദ സ്വാമികളെയാണ് അടുത്ത പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈദിക മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുസ്വാമി ഉപയോഗിച്ചിരുന്ന കട്ടിൽ, ചാരുകസേര ഇതെല്ലാം വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഗുരുസ്വാമി ഉപയോഗിച്ചിരുന്ന കസേര, അതുപോലെ രക്ഷ, ഇതെല്ലാം വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മഹാസമാധിയിലേക്ക് കുറച്ച് മുകളിലോട്ട് കയറണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ കാണുന്നത് ബോധാനന്ദ സ്വാമികളുടെ സമാധിയാണ്. ബോധാനന്ദ സ്വാമികളെയാണ് ഗുരുസ്വാമി തൻ്റെ അനുയായി അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗുരുസ്വാമി സമാധിയായി 4-ാമത്തെ ദിവസം ബോധാനന്ദ സ്വാമികളും സമാധിയാകുക. അപ്പോൾ ഈ കാണുന്നതാണ് ബോധാനന്ദ സ്വാമികളുടെ സമാധി. മോളിലോട്ട് കയറി ഗുരുസ്വാമിയുടെ മഹാസമാധി കാണാം, മന്ദിരം കാണാം. സമാധിയുടെ അടുത്തായി ഗുരുസ്വാമിയുടെ സമാധി മന്ദിരം കാണാം. കാണുന്നതാണ് സമാധി മന്ദിരം. അതിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ ടൈമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ അവിടുത്തെ വഴിപാട് കൗണ്ടർ കാണാം. ഗുരുവിൻ്റെ ഭൗതിക ശരീരം സമാധിയിൽ ഇരുത്തിയിരിക്കുന്നത് ഈ സമാധി മന്ദിരത്തിലാണ്. അവിടെ വേറെ ഒരു കെടാവിളക്ക് ഒരിക്കലും കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അവർ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അത് കാരണം നമ്മളിത് വെളിയിൽ നിന്ന് എടുക്കുന്നത്. ഈ സമാധി മന്ദിരം മുഴുവനായിട്ട് പണിത് ശിവഗിരിക്ക് നൽകിയത് MP മുത്തേടം എന്ന ഒരു ഗുരുഭക്തനാണ്. അപ്പോൾ ശിവഗിരി കണ്ടിട്ടില്ലാത്തവർക്ക് ശിവഗിരി കണ്ട ഒരു പ്രതീതി ഉണ്ടാകും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.